ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നിപ്പോൾ കുത്തരിയുടെ ചോറ് ഇരിപ്പുണ്ട്, പവിഴം റൈസിൻ്റെ. പക്ഷേ കറിയൊന്നുമില്ല. അപ്പോൾ ഞാൻ എളുപ്പത്തിലൊരു തക്കാളി കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മുടെ അമ്മമാരുടെ ആ ഒരു രുചി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം അമ്മ ഉണ്ടാക്കി തരുന്ന ആ ഒരു തക്കാളി കറി, അതായത് നമുക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ അമ്മ ഡെയിലി കൊടുത്തയച്ചിരുന്ന കറിയാണ്. ഇടയ്ക്ക് ചിലപ്പോൾ കരിഞ്ഞും പോകാറുണ്ട്. എന്നാലും നമ്മുടെ അമ്മ അയച്ച ആ സമയത്ത് നമ്മൾ എന്ത് ടേസ്റ്റോടു കൂടിയാണ് ഉച്ചയ്ക്ക് നമ്മൾ ഊണ് കഴിക്കുന്നത്. അപ്പോൾ ആ കറിയാണ്. അപ്പോൾ ഞാൻ എളുപ്പത്തിൽ ഇപ്പോൾ അതേ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 5 തക്കാളി റെഡിയാക്കിയിട്ടുണ്ട്, 2 പച്ചമുളക്, സവാള, വേപ്പില, പിന്നെ കടുക്, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഇത്രയും മതി നമ്മുടെ ഈ കറിക്ക്. മറ്റേ കറിക്കുള്ള തക്കാളി റെഡി ആയിട്ടുണ്ട്. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാൻ പറ്റും. വേഗം ആവാനായിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള വേഗം ബ്രൗൺ ആയിട്ട് കിട്ടുമെന്ന് പറയാറുണ്ട്. പച്ചമുളകൊക്കെ നല്ലോണം ഒന്ന് മൊരിയണം, ഒരു ബ്രൗൺ കളറാവണം. അപ്പോൾ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാണ്ട് ബ്രൗൺ ആകുമ്പോൾ വീണ്ടും നമുക്ക് മസാലപ്പൊടികൾ ഇടാം. കറിക്ക് ഏകദേശം മുരിഞ്ഞു വന്നിട്ടുണ്ട്. കണ്ടില്ലേ എല്ലാവരും, ബ്രൗൺ കളറായിട്ടുണ്ട്. ഒരുപാട് കരിയാൻ പാടില്ല കേട്ടോ, ബ്രൗൺ ആയാൽ മതി. ഏകദേശം ഒന്ന് ബ്രൗൺ ആയി എന്ന് തോന്നുമ്പോൾ നമ്മൾ ഗ്യാസ് ചെറുതാക്കി വയ്ക്കാം. ഓക്കെ, ലോ ഫ്ലെയിമിലിടാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ കുറച്ചായിട്ട് നമ്മുടെ ഇത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നമുക്ക് 2 സ്പൂൺ വേണം, 2 സ്പൂണോ 2.5 സ്പൂണൊക്കെ ഇടാം, കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇടാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പച്ചമുളക് ഇട്ടുകൊണ്ട് തന്നെ വളരെ കുറച്ചിട്ടാൽ മതി കേട്ടോ. മുളക് പൊടി ഓവറാക്കണ്ട, പിന്നെ എരിവ് അധികമാവും. ഓക്കെ, അപ്പം ഇത്ര ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഫ്ലെയിം ഹൈ ആക്കാം. കണ്ടോ, ഹൈ ആക്കി ഇനി വീണ്ടും നമ്മൾ ഇളക്കാം. ഇത്രയേ ഉള്ളൂ കാര്യം. എന്നിട്ട് നമ്മൾ ഇതൊന്ന് മൊരിച്ചിട്ട് മസാലയൊക്കെ എല്ലായിടത്തും ഒന്ന് കൊള്ളുന്ന രീതിയിൽ മൊരിച്ചതിന് ശേഷം നമ്മുടെ വേപ്പില ഇട്ട് കൊടുക്കുക. വീട്ടിലുള്ള വേപ്പിലയാണെങ്കിൽ അത് തന്നെ ഉപയോഗിക്കണം എല്ലാവരും. അപ്പോൾ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് കടയിൽ വാങ്ങിക്കുക. ഇതിപ്പോൾ ഞാൻ ഇവിടെ മരമുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് എടുത്തു വെച്ച വേപ്പിലയാണ് തറവാട്ടിൽ. അപ്പോൾ ഇതിങ്ങനെ നല്ലോണം ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വീണ്ടും ഇടാം. എന്നിട്ട് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. ഓക്കെ, തക്കാളി ഇട്ടിട്ട് നമുക്ക് മല്ലിയില വേണമെങ്കിൽ ഇടാം കേട്ടോ ലാസ്റ്റ്. ഇതിങ്ങനെ ആക്കിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ പണി കഴിഞ്ഞിട്ടില്ല, നമ്മൾ തക്കാളിക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. മാത്രമല്ല നമുക്ക് ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഈ കറി നല്ലോണം വേവാനുണ്ട് തക്കാളി. ഇത് നല്ലോണം ഇങ്ങനെ ഇളക്കിയതിന് ശേഷം പിന്നെ ചിലവർക്ക് മസാലപ്പൊടി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഗരം മസാല, അതേപോലെ മീറ്റ് മസാല അങ്ങനെയൊക്കെ ഇടാം. അപ്പോൾ ഊണിന് കഴിക്കാനാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇത്രയും മാത്രം മതി കേട്ടോ. ഊണിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ അടച്ച് വെക്കുവാണ്. എന്നിട്ട് ചെറുതാക്കി വെക്കുക. കുറച്ച് നമ്മുടെ തക്കാളി കറി ഏകദേശം എന്താ ആയി വന്നിട്ടുണ്ട്. കണ്ടാലും ആർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തോന്നും, കൊതിയാവും. അപ്പോൾ ഇത് വലിയ കഷ്ണങ്ങളായിട്ടാണ് ഇതിപ്പോൾ ഞാൻ നുറുക്കിയത്. ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ ഇത്രയും വലിപ്പം ഉണ്ടാവില്ല കേട്ടോ. ചെറുതായിട്ട് നുറുക്കി കഴിഞ്ഞാൽ ഏകദേശം ഏത് സൈസിൽ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെറുതാക്കാം. പിന്നെ ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഈ തക്കാളി വേവിക്കുകയാണ് ചെയ്യുന്നത്. വെള്ളമൊഴിച്ച് വേവിക്കണവർക്ക് അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഇതേപോലെ നല്ലോണം വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിക്കാത്തത്. ഇടയ്ക്കൊക്കെ ആണെങ്കിൽ വെള്ളം ഒഴിക്കാറുണ്ട്. ഇപ്പോൾ ഏകദേശം തക്കാളി ഇങ്ങനെ നല്ലൊരു കട്ടിയായിട്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. തക്കാളി കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാം. കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കുറവ് ഉപ്പാണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. ഇതും പപ്പടമൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വീണ്ടും അടച്ചു വെക്കാം. കറി നല്ലോണം വാടി വന്നിട്ടുണ്ട്, കണ്ടില്ലേ, സൂപ്പറായിട്ടുണ്ട് തക്കാളി കറി. നമ്മുടെ കുത്തരി ചോറിൻ്റെ കൂടെ തക്കാളി കറിയാണ്. ഓക്കെ.